ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മലയാളിയും അഭിമാനത്തോടെ പറയുന്നു ഇത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കുക, അതിനെല്ലാവരും യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്, നമുക്കറിയാം. മരണപ്പെട്ട പദ്ധതി എന്ന് വിശേഷിപ്പിക്കാം. ആ മരണപ്പെട്ട പദ്ധതിയെ അത്ഭുതകരമാം വിധം ജീവൻ വെപ്പിച്ചത് LDF സർക്കാർ 2016 അധികാരത്തിൽ വന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ഒക്കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിരവധി തവണ ചർച്ച ചെയ്തു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാർ 2011-16 കാലഘട്ടത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ അലംഭാവവും കെടുകാര്യസ്ഥതയും മൂലം ഒരു പിഴയടക്കുന്നത് പോലെ ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ടി വന്നതാണ്. കേന്ദ്ര സർക്കാർ ഇനി കാലണ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു പിഴയടക്കുന്നത് പോലെ ഇടപെടേണ്ട സ്ഥിതിയാണ് വന്നത്. ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ്. മറ്റു പല വികസനത്തിനും ചെലവഴിക്കേണ്ട ഒരു തുകയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അത് 100, 200, 500, 1000 കോടിയല്ല, അന്ന് 5580 കോടിയാണ്. ഇപ്പോൾ അത് വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച പ്രശ്നം കൂടി വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയായി വരുന്നു. അങ്ങനെ ഒരു തീരുമാനം കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മരണപ്പെട്ടു എന്ന് കരുതിയ പദ്ധതിക്ക് റീത്ത് വെച്ച് നമുക്കിപ്പോൾ അന്തിച്ചർച്ചകളും നടത്താമായിരുന്നു. ആ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു, ആ പദ്ധതി നടത്താമായിരുന്നു എന്നൊക്കെ ചർച്ച നടത്താമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പദ്ധതി പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ്.